MSO 001 യൂണിറ്റ് 14 റേഷണാലിറ്റി വർക്ക് ആൻഡ് ഓർഗനൈസേഷനിലെ പാർട്ട് 2 ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. വർക്ക് ആൻഡ് ഓർഗനൈസേഷനിലെ എ പാർട്ട് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓൺ ഡിവിഷൻ ഓഫ് ലേബറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. മുതലാളിത്ത ഉൽപാദന രീതിയെ അതിനെ രണ്ട് നേരിട്ടുള്ള ബന്ധമുള്ളതും എന്നങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കുകയാണ് ചെയ്യുന്നത്. ഭാഗികമായി വേർതിരിക്കാവുന്നതുമായ അന്യവൽക്കരണ സ്രോതസ്സുകളുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ആദ്യത്തേത് തൊഴിലാളിയുടെ ഉൽപാദന പ്രവർത്തനത്തിൽ തൊഴിൽ പ്രക്രിയയിലെ അന്യവൽക്കരണമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് തൊഴിലാളികളുടെ എന്താണ് ഓരോ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അവ പ്രവർത്തനത്തിൽ തൊഴിൽ പ്രക്രിയയിൽ അന്യവൽക്കരണം സംഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തേത് തൊഴിലാളി തൻ്റെ ഉൽപ്പന്നത്തിൽ നിന്ന്, അതായത് തൊഴിൽ പ്രക്രിയയുടെ ഫലത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. തൊഴിൽ പ്രക്രിയയുടെ എന്താണ് അതിൽ നിന്ന് നേടുന്ന ഫലം, അതിൽ നിന്ന് കിട്ടുന്ന നേട്ടം നിയന്ത്രണത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. സൗകര്യാർത്ഥം ഗിഡൻസ് ആദ്യത്തേതിനെ സാങ്കേതിക അന്യവൽക്കരണമെന്നും രണ്ടാമത്തേതിനെ മാർക്കറ്റ് അന്യവൽക്കരണമെന്നും പരാമർശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് അന്യവൽക്കരണമെന്നും രണ്ടാമത് മാർക്കറ്റ് അതായത് മാർക്കറ്റിനെ അന്യവൽക്കരണമെന്നും ആക്കിയിട്ട് രണ്ടായിട്ട് തിരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇവ രണ്ടും മുതലാളിത്ത ഉൽപാദനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന തൊഴിൽ വിഭജനത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നും ഇവിടെ പറയുന്നു. ഉൽപാദന ബന്ധങ്ങളുടെ സംഘടന ഒരു വർഗ ചൂഷണപരമായ ആധിപത്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതും ഒരു വർഗ വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്ന എന്ന വസ്തുത രണ്ടാമത്തേത് പ്രകടിപ്പിക്കുന്നു എന്നും പറയുന്നു. ആദ്യത്തേത് ജോലിയെ പതിവ് ആവശ്യപ്പെടാതെ ജോലികളായി അവരെ വിഭജിക്കുന്നതിന്റെ ഉറവിടമായി തൊഴിൽ സ്പെഷ്യലൈസേഷനെ തിരിച്ചറിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ജോലി അവർക്ക് നേടണമെങ്കിൽ ജോലികളെ പലതായിട്ട് വിഭജിക്കുകയും അതിനുള്ള ഉറവിടമായി സ്പെഷ്യലൈസേഷനെ തിരിച്ചറിയുകയും ചെയ്യുന്നു എന്ന് ഇവിടെ പറയുന്നു. മാർക്സിനെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ വിഭജനത്തിന്റെ വികസനത്തിൽ രണ്ട് തരത്തിലുള്ള അന്യവൽക്കരണമാണ് ഇവിടെ അവിഭാജ്യമായി നിൽക്കുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് ചരിത്രത്തിൽ വർഗ സമൂഹങ്ങളുടെ ആവിർഭാവം മിച്ച ഉൽപാദനത്തിന്റെ നിലനിൽപ്പ് സാധ്യമാകുന്ന ജോലികളുടെ സ്പെഷ്യലൈസേഷന്റെ വളർച്ചയെ ആശ്രയിച്ചിരിക്കുന്നു എന്നും പറയുന്നു. അങ്ങനെ ഒരു വർഗരഹിത സമൂഹത്തിന്റെ രൂപീകരണം മുതലാളിത്തത്തിൽ അറിയപ്പെടുന്ന തൊഴിൽ വിഭജനം ഇല്ലാതാക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതിനാൽ വിപണിയും സാങ്കേതിക അന്യവൽക്കരണവും എന്ന മാർക്സിന്റെ സങ്കല്പത്തിൽ തൊഴിൽ വിഭജനത്തിൽ നിന്ന് ാവാത്തതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. തൊഴിൽ വിഭജനം മനുഷ്യ പ്രവർത്തനത്തിന്റെ അന്യവൽക്കരിക്കപ്പെട്ട രൂപമല്ലാത്ത മറ്റൊന്നുമല്ല എന്നും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്തതായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ഡിവിഷൻ ഓഫ് ലേബർ എന്നത് ഒരു ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. തൊഴിൽ വിഭജനത്തിന്റെ വളർച്ചയെ ഡാർക്കയും ഈ രീതിയിലുള്ള ചികിത്സയുടെ അടിസ്ഥാനത്തിലാണ് ചിത്രീകരിക്കുന്നത് എന്ന് പറയുന്നു. വർഗ വ്യവസ്ഥകളുടെ രൂപീകരണത്തിന്റെ വർഗ സ്വഭാവമല്ല എന്നും മറിച്ച് സ്പെഷ്യലൈസേഷന്റെ അനന്തര ഫലങ്ങളായി മാറുകയാണ് ചെയ്യുന്നത് എന്നും പറയുന്നു. തൽഫലമായി സമൂഹത്തിന്റെ വിപ്ലവകരമായ പുനർനിർമ്മാണത്തിന് അടിസ്ഥാനമായിട്ടില്ല എന്നും മറിച്ച് തൊഴിൽ വിഭജനത്തിനുള്ള വ്യത്യസ്ത തൊഴിൽ ഗ്രൂപ്പുകളുടെ ധാർമ്മിക ഏകോപനത്തിലെ പോരായ്മകളുടെ ലക്ഷ്യമായിട്ടാണ് ഡാർഗെയിം വർഗ സംഘർഷത്തെ കാണുന്നത് എന്നിവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഡാർഗെയിമിന്റെ പ്രബന്ധത്തിൽ നിർബന്ധിത തൊഴിൽ വിഭജനം അനോമിക് തൊഴിൽ വിഭജനത്തിൽ നിന്ന് വലിയ തോതിൽ വ്യത്യസ്തമാണ് എന്നിവിടെ പറയുന്നു. ആദ്യത്തേതിന്റെ ലഘൂകരണം രണ്ടാമത്തേത് ഉയർത്തുകയും പ്രശ്നങ്ങളെ അവ നേരിടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നിർബന്ധിത തൊഴിൽ വിഭജനത്തിന്റെ അന്യവൽക്കരണവുമായി മാർക്സിന്റെ സോഷ്യലിസം പൂർണ്ണമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്
പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അത് വിപണിയുടെ നിയന്ത്രണത്തിലൂടെ ഉൽപാദനത്തിന്റെ സാമൂഹ്യവൽക്കരണത്തിലൂടെയും നേടിയെടുക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ ഡാർക്കീമിന്റെ ഈ വീക്ഷണത്തെ അദ്ദേഹം എതിർക്കുകയും മുൻകാല സമൂഹങ്ങളുടെ ധാർമ്മിക നട്ടെല്ലായി മാറുകയും പരമ്പരാഗത സ്ഥാപനങ്ങളുടെ നാശത്തിന്റെ ഫലമായി സാമ്പത്തിക ബന്ധങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആധിപത്യമാണ് ആധുനിക പ്രതിസന്ധിയുടെ പ്രധാന കാരണമായി മാറുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. തൊഴിൽ വിഭജനത്തിന്റെ തന്റെ പ്രത്യേക പങ്കിൽ ധാർമ്മിക സ്വീകാര്യതയിലൂടെ മാത്രമേ വ്യക്തിക്ക് സ്വയം ബോധമുള്ള ഒരു ജീവി എന്ന നിലയിൽ ഉയർന്ന അളവിലുള്ള സ്വയം ഭരണം കൈവരിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു വശത്ത് വേർതിരിക്കാത്ത സമൂഹങ്ങളിൽ ആവശ്യപ്പെടുന്ന കർശനമായ ധാർമ്മിക അനുരൂപതയുടെ സ്വച്ഛാധിപത്യത്തിൽ നിന്നും മറുവശത്ത് യഥാർത്ഥമാക്കാനാവാത്ത ആഗ്രഹങ്ങളുടെ സ്വച്ഛാധിപത്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിരുന്നാലും വ്യത്യസ്തമായ തൊഴിൽ വിഭജനത്തിനുള്ള വ്യക്തിയുടെ ധാർമ്മിക സംയോജനമല്ല, മറിച്ച് മനുഷ്യന്റെ സാമൂഹ്യ ഇടപെടലിന്റെ ഒരു സംഘടിത തത്വമായി തൊഴിൽ വിഭജനത്തെ ഫലപ്രദമായി പിരിച്ചു വിടലാണെന്നായിരുന്നു മാർക്സിന്റെ സങ്കല്പത്തിൽ പറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റാണ് ദ പ്രോബ്ലംസ് ഓഫ് ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഉദ്യോഗസ്ഥ സംഘടനയുടെ പ്രശ്നം മുതലാളിത്ത സംരംഭത്തിന്റെ ശക്തിക്ക് അടിവരയിടുന്ന തൊഴിൽ വിഭജനത്തിന്റെ വിപുലീകരണത്തെക്കുറിച്ചുള്ള ധാരണ തൊഴിലാളിയെ അവന്റെ ഉൽപാദന വർഗങ്ങളിൽ നിന്ന് അപഹരിക്കുന്നതിന് അഭിമാനകരമായ സ്ഥാനം നൽകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മാർക്സിന്റെ വീക്ഷണത്തിൽ മുതലാളിത്ത ഉൽപാദന രീതിയുടെ തൊഴിൽ വിഭജനവും അധ്വാനവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആന്തരിക സ്വഭാവമാണ് ഇവിടെ കണക്കാക്കുന്നത് എന്നാണ് പറയുന്നത്. ചരിത്രപരമായ ഒരു തലത്തിൽ അന്യവൽക്കരണത്തിന്റെ അതിരുകടപ്പ്, അതായത് വർഗഘടനയുടെ സാധ്യമാണെന്ന് നിഗമനം തമ്മിലുള്ള വർഗ ബന്ധത്തിന്റെ രൂപീകരണവും നടക്കുന്നു എന്നാണ് പറയുന്നത്. സോഷ്യലിസ്റ്റ് സമൂഹത്തിന്റെ രൂപീകരണത്തിലേക്ക് മാർക്സിന് മുന്നോട്ടു പോകാൻ സാധ്യമാകുന്നു എന്നും പറയുന്നു. ഇത് സോഷ്യോലിസത്തിലേക്കുള്ള സാധ്യത പരിവർത്തന നിലനിൽപ്പിനുള്ള സമൂഹത്തിന്റെ രൂപത്തിൽ സമൂലനമായി മാറ്റില്ല എന്നും ഹെയ്ം വാദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വെബറിന്റെ രചനകളുടെ ഒരു പ്രധാന ഭാഗം എന്താണെന്ന് നമുക്ക് നോക്കാം. അർത്ഥത്തിന്റെ തലത്തിൽ യുക്തി സഹീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങളെ നിർവചിക്കുക എന്നതാണ് ആര് പറയുന്ന വെബർ ഇവിടെ പറയുന്നത്. യുക്തി സഹീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങളെ നിർവചിക്കുക എന്നതാണ് വെബറിന്റെ അഭിപ്രായം എന്ന് പറയുന്നു. യുക്തി സഹീകരണത്തിലെ വളർച്ചയെ സ്വാധീനിക്കുകയും അത് ചെയ്യുകയും സാമൂഹിക ബന്ധങ്ങളുടെ അവിഭാജ്യത കണ്ടെത്തുന്നതിൽ വെബർ എപ്പോഴും ഉറച്ചു നിൽക്കുക തന്നെയാണ് ചെയ്തത്. ഏതു കാര്യത്തിലാണെങ്കിലും വെബർ സാമൂഹിക ബന്ധങ്ങളുടെ അവിഭാജ്യ കണ്ടെത്തലുകളിൽ നിന്ന് വെബർ എപ്പോഴും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. അതിനാൽ വെബറിനെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറൻ കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ മുതലാളിത്തത്തിൽ യുക്തിവൽക്കരണം അനുമാനിക്കുകയും ദിശ മാത്രമല്ല മറ്റ് പ്രധാന നാഗരികതകളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നും ഇവിടെ പറയുന്നു. ആധുനിക പാശ്ചാത്യ മുതലാളിത്തത്തിന്റെ യുക്തിവൽക്കരണം മറ്റെവിടെയും അജ്ഞാതമായി ഒരു ദിശയിൽ ഒരു പരിധിവരെയും നടന്നിട്ടുള്ള വിവിധ മേഖലകളുണ്ട് എന്നിവിടെ പറയുന്നു. ആദ്യത്തേത് ശാസ്ത്രത്തിൻ്റെ വ്യാപനമാണ്. അടിസ്ഥാന പ്രാധാന്യമുള്ള ഒരു പ്രതിഭാസം അത് ആഗ്രഹശൂന്യതയെ എന്ന പ്രക്രിയ പൂർത്തിയാക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഉൽപാദനത്തിൽ യുക്തിസഹമായ സാങ്കേതികവിദ്യയുടെ പുരോഗമനപരമായ നടപ്പാക്കൽ സാധ്യമാകുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. മാത്രമല്ല ശാസ്ത്രീയ പ്രവർത്തന പുരോഗതിയുടെ ഗതിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ശാസ്ത്രത്തിൻ്റെ സ്ഥാപനവൽക്കരണം ആധുനിക ജീവിതത്തെ ഒരു ശാസ്ത്രീയ രീതിയിൽ പൂർത്തീകരിക്കുന്നതിലേക്ക് ബന്ധിപ്പിക്കുകയും അതിശയിക്കപ്പെടാൻ ആവശ്യപ്പെടുകയും കൂടാതെ നവീകരണത്തിൻ്റെയും മാറ്റത്തിൻ്റെയും വ്യക്തമായ ചലനാത്മകത അതിൽ തന്നെ അർത്ഥം നൽകാൻ കഴിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആധുനിക സമ്പദ് വ്യവസ്ഥയിൽ സാങ്കേതിക വിദ്യയിൽ ശാസ്ത്രീയ നവീകരണത്തിൻ്റെ പ്രയോഗം യുക്തി
യുക്തിസഹമായ കണക്കുകൂട്ടൽ രീതികളുടെ ആമുഖവുമായി സംയോജിപ്പിച്ചിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. അത് ആ രീതിശാസ്ത്ര മുതലാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നും പറയുന്നു. യുക്തിസഹമായ മുതലാളിത്തത്തിന്റെ പെരുമാറ്റം സാമൂഹ്യ സംഘടന മേഖലയിലെ സമകാലിക പ്രത്യാഘാതത്തിൽ വളരെ വ്യത്യസ്തവും അനിവാര്യവുമായ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ വ്യാപനത്തെ വളർത്തുന്നതുമായ സംരംഭക പ്രവർത്തനത്തിന്റെ ഒഴിവാക്കാനാവാത്ത പെരുമാറ്റത്തിന് കാരണമാകുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. തൊഴിലാളി തൻ്റെ ഉൽപാദന മാർഗങ്ങളിൽ നിന്ന് വെബർ നേരിട്ട് ഒതുങ്ങി നിൽക്കുന്നു എന്നും ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ചുമതലകളുടെ സ്പെഷ്യലൈസേഷനെ മുതലാളിത്തത്തിൻ്റെ ഏറ്റവും അവിഭാജ്യ സവിശേഷതയായി കണക്കാക്കുന്നു എന്നും പറയുന്നു. അങ്ങനെ വ്യവസായ മേഖലകളുടെ കൈവശപ്പെടുത്തൽ വെബർ വ്യക്തമായി നിഷേധിക്കുന്നു എന്നും പറയുന്നു. മാർക്സിയൻ ആശയമായ ഉൽപാദന മാർഗങ്ങൾ എന്നതിന് പകരമായി വെബർ തൻ്റെ പ്രബന്ധത്തിൽ അധികാര ശ്രേണി കയ്യേറ്റം ഭരണമാർഗങ്ങൾ എന്ന പ്രക്രിയയ്ക്ക് വിധേയമാകുമെന്ന് വാദിക്കുകയാണ് ചെയ്യുന്നത്. മാർക്സ് ഉൽപാദന ബന്ധങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം വെബർ ആധിപത്യത്തിൻ്റെയും കീഴ്വഴക്കത്തിൻ്റെയും ബന്ധങ്ങളുടെ ഓർഗനൈസേഷന് നൽകുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. വെബറിൻ്റെ അഭിപ്രായത്തിൽ ഏതൊരു രാഷ്ട്രീയ അസോസിയേഷനും ഒരു എസ്റ്റേറ്റ് രൂപത്തിൽ സംഘടിപ്പിക്കാവുന്നതാണ് എന്നും അതിൽ ഉദ്യോഗസ്ഥർക്ക് തന്നെ അവരുടെ ഭരണ മാർഗങ്ങൾ സ്വന്തമായിരിക്കും, അവരുടെ ഭരണ മാർഗങ്ങളെല്ലാം സ്വന്തമായി മാറുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. തൊഴിൽ വിഭജനത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദഗ്ധ ഉദ്യോഗസ്ഥം അതിൻ്റെ ഭരണവർഗങ്ങളുടെ ഉടമസ്ഥതയിൽ നിന്ന് പൂർണ്ണമായി വേർപെടുത്തിയ ആധുനിക ഭരണകൂടത്തിൻ്റെ ആവിർഭാവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായി മാറുകയും ഈ സംഭവ വികാസങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. ഭരണപരമായ ജോലികൾ ഏകോപിപ്പിക്കുന്നതിന് മറ്റ് തരത്തിലുള്ള സംഘടനകളെ അപേക്ഷിച്ച് അതിൻ്റെ സാങ്കേതിക മികവാണ് ബ്യൂറോക്രാറ്റിക് സ്പെഷ്യലൈസേഷൻ്റെ വ്യാപനത്തെ പ്രധാനമായും പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് ഇവിടെ പറയുന്നു. അതുപോലെ പ്രത്യേക വിദ്യാഭ്യാസ യോഗ്യതകളുടെ കൈവശം അനുസരിച്ച് ബ്യൂറോക്രാറ്റിക് സ്ഥാനങ്ങൾ നികത്തുന്നതിനോ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ പൂർണ്ണ ഉദ്യോഗസ്ഥവൽക്കരണത്തിൻ്റെ ആധുനിക വികാസം മാത്രമേ യുക്തിസഹവും പ്രത്യേകവുമായ പരീക്ഷണങ്ങളുടെയും സംവിധാനത്തെ പ്രതിരോധ്യമായി മാറുകയും ചെയ്യുന്നു എന്നാണ്. ഇവയെ മുന്നിലെത്തിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ വെബറിൻ്റെ ആശയശൂന്യത എന്ന ആശയങ്ങളെ വിശദീകരിക്കുക ഇത് എങ്ങനെയാണ് സാമ്പത്തിക പുരോഗതിയെ എങ്ങനെ ബാധിക്കുന്നു എന്നും നോക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഉദ്യോഗസ്ഥവൽക്കരണത്തിൻ്റെ വികാസം അനിവാര്യമായും സ്പെഷ്യലിസ്റ്റ് വിദ്യാഭ്യാസത്തിനുള്ള ആവശ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. കൂടാതെ മുൻകാലങ്ങളിൽ സാർവത്രിക മനുഷ്യനെ ടാഗിൻ പറയുന്നത് പോലെ സമഗ്രവും സമ്പൂർണവുമായ മനുഷ്യനെ സാധ്യമാക്കിയ മാനവിക സംസ്കാരത്തെ കൂടുതൽ വിഘടിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. മുൻകാലങ്ങളിൽ പരിശീലനം നേടിയ മനുഷ്യന്മാർ ഇപ്പോൾ പരിശീലനം ലഭിച്ച സ്പെഷ്യലിസ്റ്റിനായി സ്ഥാനക്കയറ്റത്തിനായി അവരുടെ ഓരോ വിഭാഗങ്ങളായി പഠിക്കുന്നു. അതിൻ്റെ ഏറ്റവും മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വാദത്തിൽ വെബർ അടിസ്ഥാനപരമായി സമാനമായ ഒരു കാര്യം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മുതലാളിത്തത്തിൽ ഉദ്യോഗസ്ഥവൽക്കരണത്തിലേക്കുള്ള പ്രവണത മാറ്റാനാവാത്തതിനാൽ പ്രവർത്തനപരമായ സ്പെഷ്യലൈസേഷൻ്റെ വളർച്ച ആധുനിക സാമൂഹിക ക്രമത്തിൻ്റെ അനിവാര്യമായ ഒരു അനുബന്ധമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. ഇനി അടുത്തൊരു പോയിന്റാണ് ബ്യൂറോക്രസി ആൻഡ് ഡെമോക്രസിയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. രാഷ്ട്രീയ ജനാധിപത്യവൽക്കരണത്തിൻ്റെ പുരോഗതിയുമായി അടുത്ത ബന്ധത്തിലാണ് ഉദ്യോഗസ്ഥ ഭരണത്തിൻ്റെ വളർച്ച മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നു. കാരണം രാഷ്ട്രീയ പ്രാതിനിധ്യത്തിനും നിയമത്തിനും മുന്നിൽ തുല്യതയ്ക്ക് വേണ്ടിയുള്ള ജനാധിപതികളുടെ ആവശ്യങ്ങൾ പ്രത്യേക അവകാശങ്ങളായി മാറുകയും ഉപയോഗിക്കുന്നതിന് തടയുന്നതിന് സങ്കീർണമായ ഭരണപരവും നിയമപരവുമായ വ്യവസ്ഥകൾ ആവശ്യമാണ് എന്നും ജനാധിപത്യവും ഉദ്യോഗസ്ഥ ഭരണവും അങ്ങനെ തന്നെ വസ്തുതകൾ ആയിട്ട് മാറുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്.
ആധുനിക മുതലാളിത്ത ക്രമത്തിലെ പിരിമുറുക്കത്തിൻ്റെ ഏറ്റവും ആഴമേറിയ സ്രോതസ്സുകളിൽ ഒന്ന് സൃഷ്ടിക്കുന്നത് അടുത്ത ബന്ധമുള്ളതാണ് എന്ന് പറയുന്നു. കുറച്ചു കാലത്തേക്ക് പുതിയ ബ്യൂറോക്രാറ്റിക് നിയന്ത്രണങ്ങൾ രൂപപ്പെടുത്താതെ സമകാലിക സംസ്ഥാനത്ത് ജനാധിപത്യ അവകാശങ്ങളുടെ വ്യാപനം കൈവരിക്കാൻ കഴിയില്ല എന്നും ജനാധിപത്യം ബ്യൂറോക്രസിയെയും തമ്മിൽ ഒരു അടിസ്ഥാന എതിർപ്പ് നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇനി അടുത്തൊരു പോയിന്റാണ് ആസ്പെക്ട് ഓഫ് റാഷണാലിറ്റിയെക്കുറിച്ചാണ് ഇനി നമ്മൾ ഈ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വെബറിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഔപചാരികവും സാരവത്തുമായ യുക്തിബോധം തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുടെ ഏറ്റവും മൂർച്ചയുള്ള എക്സാമ്പിളായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുപോലെ തന്നെ പ്രിവിലേജ് സ്വയം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന അമൂർത്തമായ നിയമ നടപടിക്രമങ്ങളുടെ വളർച്ച മുമ്പ് തന്നെ നിലവിലുണ്ടായിരുന്നതിനേക്കാൾ ചില കാര്യങ്ങൾ ഏകപക്ഷീയവുമായും സ്വയം ഭരണാധികാരമുള്ളതുമായ ഒരു പുതിയ രൂപത്തിലുള്ള സ്ഥാപിത കുത്തകയെ വീണ്ടും അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിദ്യാഭ്യാസ യോഗ്യതകളുടെ കൈവശം അനുസരിച്ച് ജനസംഖ്യയുടെ പാളികളിൽ നിന്ന് സ്ഥാനങ്ങൾക്കായി വ്യക്തിത്വമില്ലാത്ത തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന ജനാധിപത്യ ആവശ്യകതയാണ് ബ്യൂറോക്രാറ്റിക് സംഘടനയെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാൽ ഇത് തന്നെ പ്രിവിലേജ് വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും ബാഹ്യ സ്വാധീനത്തിൽ നിന്ന് അവരുടെ സ്ഥാനം വേർതിരിക്കുന്നതിൽ മുമ്പത്തേക്കാൾ കൂടുതൽ ഉൾക്കൊള്ളാനും ഭരണപരമായ അധികാരങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പങ്കാളികളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ആധുനിക രാഷ്ട്രത്തിൽ വലിയ തോതിലുള്ള പാർട്ടികളുടെ നിലനിൽപ്പ് അനിവാര്യമാണെന്നും എന്നാൽ ഈ പാർട്ടികളെ നയിക്കുന്നത് അവരുടെ തൊഴിലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശക്തമായ ബോധ്യമുള്ള രാഷ്ട്രീയ നേതാക്കളാണെങ്കിൽ രാഷ്ട്രീയ ഘടനയുടെ അധികാരവൽക്കരണം ഭാഗികമായി തടയാൻ കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. ബ്യൂറോക്രസി ആൻഡ് സോഷ്യലിസത്തെക്കുറിച്ചാണ് ഇനി നോക്കാൻ പോകുന്നത്. ആധുനിക സമ്പദ് വ്യവസ്ഥ ഒരു സോഷ്യലിസ്റ്റ് അടിസ്ഥാനത്തിൽ ഒരു ഉദ്യോഗസ്ഥാധിപത്യമായിരുന്നുവെങ്കിൽ ഉൽപാദനത്തിലും വിതരണത്തിനും സാങ്കേതിക കാര്യക്ഷമതയുടെ ഒരു തലം കൈവരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതുപോലെ പ്രൊഫഷണൽ ആധിപത്യത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയും മുതലാളിത്തവുമായി താരതമ്യപ്പെടുത്താവുന്ന ഉദ്യോഗസ്ഥാധിപത്യത്തിൽ ഇത് ഒരു വലിയ തൊഴിൽ വിഭജന ആവശ്യമായി വരികയും ചെയ്തു. ഇത് ആധുനിക സമ്പദ് വ്യവസ്ഥയുടെ അവിഭാജ്യ സ്വഭാവമാണെന്ന് പറയുന്നു. ഇത് പ്രവർത്തനങ്ങളുടെ കൃത്യമായ ഏകോപനത്തിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥാധിപത്യത്തിൻ്റെ വർധനവിൻ്റെ മൂല കാരണമായി മാറുകയും ചെയ്തു. ഇത് മുതലാളിത്തത്തിൻ്റെ വികാസമുള്ള ഒരു വസ്തുതയാണ് എന്നും എന്നാൽ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ രൂപീകരണം ഗണ്യമായി ഉയർന്ന അളവിലുള്ള ഉദ്യോഗസ്ഥാധിപത്യത്തിന് കാരണമാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. കാരണം അത് ഭരണകൂടത്തിൻ്റെ കൈകളിൽ വിശാലമായ ഭരണപരമായ ചുമതലകൾ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. സോഷ്യലിസത്തോടുള്ള വെബറിൻ്റെ പ്രാഥമിക എതിർപ്പുകൾ അത് ഉൾക്കൊള്ളുന്നു എന്നും ഉദ്യോഗസ്ഥാധിപത്യം പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് എന്നും അവ ആധുനിക കാലത്തെ സ്വഭാവ സവിശേഷതയെ പ്രതിസന്ധിയുടെ മറ്റൊരു എക്സാമ്പിളായിട്ട് നൽകുകയും ചെയ്യുന്നു. ഒരു സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ മുതലാളിത്തത്തിൽ കാണപ്പെടുന്നുവെന്നും പാർട്ടി ജനാധിപത്യത്തിൻ്റെ പരിമിതമായ രൂപത്തിനപ്പുറം രാഷ്ട്രീയ പങ്കാളിത്തവും സ്വയം തിരിച്ചറിയുകയും കൈവരിക്കുന്ന ഒരു ക്രമത്തിൻ്റെ നേട്ടത്തിൻ്റെ ദർശനത്തിനാണ് പ്രവർത്തിക്കുന്നത് എന്നും എന്നാൽ ഉദ്യോഗസ്ഥവൽക്കരണത്തിലേക്കുള്ള പ്രേരണയുടെ ഫലം വ്യവസായത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഉദ്യോഗസ്ഥവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ദിശയിലായിരിക്കണമെന്നും അതിൽ മാത്രമേ കഴിയുള്ളൂ എന്നും പറയുന്നു. അത് വാസ്തവത്തിൽ ബഹുജനങ്ങളുടെ രാഷ്ട്രീയ സ്വയംഭരണത്തെ കൂടുതൽ കുറയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇനിയൊരു അടുത്ത പോയിന്റാണ് മോഡേൺ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോ
ബ്യൂറോക്രസിയെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഒരിക്കൽ സ്ഥാപിതമായി കഴിഞ്ഞാൽ, അത് ഒരിക്കൽ എന്താണ്, അത് ഉറച്ചു കഴിഞ്ഞാൽ, വെബറിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ അത് വെബർ എങ്ങനെയാണ് പറയുന്നത്, അത് രക്ഷപ്പെടാനുള്ള തെളിവായി എന്നതായും ബ്യൂറോക്രസിയുടെ ഒരു സവിശേഷതയായി മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. പാരമ്പര്യ സംഘടനകളേക്കാൾ വളരെ ഉയർന്ന തലത്തിലുള്ള യുക്തിസഹമായ സ്പെഷ്യലൈസേഷൻ സ്വഭാവമുള്ള ആധുനിക ബ്യൂറോക്രസി സമൂഹത്തെ അതിൻ്റെ പിടിയിൽ നിന്ന് ഉയർത്തുന്ന ഏതൊരു ശ്രമത്തെയും കൂടുതൽ പരിശോധിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അത്തരമൊരു ഉപകരണം വിപ്ലവത്തെ പൂർണ്ണമായും പുതിയ അധികാര രൂപീകരണങ്ങളുടെ ബലപ്രയോഗത്തിലൂടെ സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിൽ കൂടുതൽ സാധ്യമാകുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ആധുനിക മുതലാളിത്തത്തിൽ ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ വ്യാപനം, നിയമനം, രാഷ്ട്രീയം, വ്യവസായം എന്നിവയുടെ യുക്തിസഹീകരണത്തിൻ്റെ കാരണവും പരിണത ഫലവുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. കല, സംഗീതം, വാസ്തുവിദ്യ എന്നിവയുൾപ്പെടെ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നുകയറിയ ഒരു പ്രവർത്തനത്തിൻ്റെ യുക്തിസഹീകരണത്തിൻ്റെ മൂർത്തവും ഭരണപരവുമായ പ്രകടനമാണ് ഉദ്യോഗസ്ഥ സംവിധാനവൽക്കരണമായി മാറുന്നത് എന്ന് പറയുന്നു. തൽഫലമായി വെബറിന് ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ വളർച്ചയുടെ വിശകലനം എല്ലാ മേഖലകൾക്കും ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ പുരോഗതിയുടെ വിശദീകരണത്തിന് ഒരു മാതൃക നൽകുകയാണ് ചെയ്യുന്നത്. മറുവശത്ത് മാർക്സിന് ഭരണകൂട ഭരണത്തിലേക്ക് വ്യവസ്ഥാപിതവും ശ്രേണിപരവുമായ തൊഴിൽ വിഭജനം രാഷ്ട്രീയ അധികാര കേന്ദ്രീകരണത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു എന്നിവിടെ പറയുന്നു. ഈ യൂണിറ്റിൻ്റെ കൺക്ലൂഷനിലേക്ക് കടക്കാം. മാർക്സിനെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറൻ യൂറോപ്പിൽ മുതലാളിത്തത്തിൻ്റെ ആദ്യകാല ഉത്ഭവത്തിന് അടിവരയിടുന്ന ഒരു പ്രധാന ഘടകം ഉൽപ്പാദകരെ അവരുടെ ഉൽപ്പാദന മാർഗങ്ങളുടെ നിയന്ത്രണത്തിലൂടെ പിടിച്ചെടുക്കുന്ന ചരിത്രപരമായ പ്രക്രിയയാണെന്ന് പറയുന്നു. അതിനാൽ മുതലാളിത്തം അതിൻ്റെ സത്തയിൽ തന്നെ ഒരു വർഗ സമൂഹമായി മാറുകയും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അന്തർലീനമായ അടിസ്ഥാന വൈരുദ്ധ്യങ്ങൾ നേരിട്ട് ഉരുത്തിരിഞ്ഞത് വിനിമയ മൂല്യത്തിനായുള്ള ഉൽപ്പാദനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വ്യവസ്ഥ എന്ന നിലയിൽ അതിൻ്റെ സ്വഭാവത്തിൽ നിന്നാണ് എന്നും ലാഭനിരക്ക് നിലനിർത്തുകയോ വികസിപ്പിക്കുകയോ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ലാഭം കുറയ്ക്കുന്നതിൻ്റെ പ്രവണത നിയമത്തിന് വിരുദ്ധമാണ് എന്നും ഇവിടെ പറയുന്നു. ഉൽപാദകനെയും ഉപഭോക്താവിനെയും വേർതിരിക്കുന്നതിന് മുതലാളിത്തം ആവർത്തിച്ച് വിധേയമാക്കുകയും പ്രതിസന്ധികൾക്ക് പിന്നിലുള്ള പ്രധാന ഘടകം മുതലാളിത്ത വിപണിയുടെ പ്രവർത്തനം അധ്വാന ശക്തിയെ അതിൻ്റെ വിനിമയ മൂല്യത്തിന് മുകളിൽ വിൽക്കാൻ കഴിയില്ല എന്നും ദാരിദ്ര്യ അവസ്ഥയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു വലിയ കരുതൽ സൈന്യം ഉണ്ടാകുന്നുവെന്നും അർത്ഥമാക്കുന്നു. ഇവിടെ ഡാർഗേമിനെയും വെബറിനെയും തൊഴിൽ വിഭജനത്തിലെ പുരോഗമനപരമായ വ്യത്യാസത്തിൽ വർഗഘടന അവിഭാജ്യമല്ല എന്നും ഈ വർഗ വിഭജനങ്ങൾ അതിൻ്റെ അടിസ്ഥാന സ്വഭാവം പ്രകടിപ്പിക്കുന്നു എന്ന ധാരണയെ ഇരുവരും നിരാകരിക്കുകയും ചെയ്യുന്നു എന്നും അതുപോലെ സാമൂഹ്യ വ്യത്യാസത്തിൻ്റെ വികാസത്തിൻ്റെ അനിവാര്യമായ അനന്തരഫലമല്ല എന്നും അന്യമായ കരാറുകൾ നടപ്പിലാക്കാൻ സാമ്പത്തിക ശക്തിയുടെ ഉപയോഗമാണ് ഇത് പ്രധാനമായും ചെയ്യുന്നത് എന്നും ഇത് വർഗ സംഘടനയുടെ സംഭവത്തെ വിശദീകരിക്കുന്നു എന്നും പരമ്പരാഗത തരങ്ങളിൽ നിന്ന് സമൂഹത്തിൻ്റെ ആധുനിക രൂപത്തെ വേർതിരിക്കുന്നത് അതിൻ്റെ പ്രത്യേക വർഗ സ്വഭാവമല്ല എന്നും മറിച്ച് ജൈവ ഐക്യദാർഢ്യത്തിൻ്റെ വ്യാപനമാണ് എന്നും വെബറിൻ്റെ സങ്കല്പത്തിൽ ആധുനിക മുതലാളിത്ത സംരംഭത്തിലെ പ്രാഥമിക ഘടകമാണെന്നും യുക്തിസഹമായ കണക്കുകൂട്ടൽ കൂടാതെ സാമൂഹിക ജീവിതത്തിൻ്റെ യുക്തിസഹീകരണം പൊതുവെ ആധുനിക പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഏറ്റവും ഗുണമായി മാറുകയും ഏറ്റവും അധികം ഗുണമായി മാറുകയും ചെയ്തു എന്നും പറയുന്നു. മുതലാളിത്തത്തിൻ്റെ കേന്ദ്രബിന്ദുവായി മാർക്സ് കണക്കാക്കുന്ന വർഗബന്ധം വാസ്തവത്തിൽ കൂടുതൽ വ്യാപകമായ യുക്തിസഹീകരണത്തിൻ്റെ ഒരു ഘടകം മാത്രമാണ് എന്നും ഇത് തൊഴിലാളി വർഗത്തിൻ്റെ ഉൽപാദന മാർഗങ്ങളിൽ നിന്ന് അപഹരിക്കുന്ന പ്രക്രിയയെ സമകാലിക സമൂഹത്തിലെ മിക്ക സ്ഥാപനങ്ങളിലേക്കും വ്യാപിക്കുകയും ചെയ്തു എന്നും പറയുന്നു. മുതലാളിത്തത്തിനുള്ള വൈരുദ്ധ്യങ്ങളുടെയും നിലനിൽപ്പ് അത്തരം വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കുന്നതിന് ചരിത്രപരമായ ഒരു ആവശ്യകതയും സൃഷ്ടിക്കുന്നില്ല എന്നും നേരെ മറിച്ച്
അത് നേരെ മറിച്ച് എന്താണ്, ഇതുവരെ അജ്ഞാതമായ ഒരു ഭൗതിക സമൃദ്ധി സൃഷ്ടിക്കുന്ന യുക്തി സഹീകരണത്തിൻ്റെ മുന്നേറ്റം പാശ്ചാത്യ നാഗരികതയുടെ വ്യക്തിഗതമായ മൂല്യങ്ങളെയും സ്വതന്ത്രം സർഗാത്മക സ്വാഭാവികത ആധുനിക മനുഷ്യനെ അവർ തമ്മിൽ ഒതുങ്ങി നിൽക്കുന്ന ഇരുമ്പ് കൂട്ടത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള കൂടുതൽ വേർതിരിവിനെ അനിവാര്യമായും ഉത്തേജിപ്പിക്കുന്നു എന്നാണ് ഈ യൂണിറ്റിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.